മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. അപകട പരമ്പര തുടർക്കഥയാകുന്ന മഞ്ചേരി ചെട്ടിയങ്ങാടിയിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തെ തുടർന്ന് ഇനിയും ആവർത്തിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ ഉറപ്പു നൽകിയിരുന്നു. തഹസിൽദാരുടെ നേതൃത്വത്തിൽ കൈക്കൊണ്ട പല അടിയന്തര തീരുമാനങ്ങളും അപകടം നടന്ന് 1 മാസം പിന്നിടുമ്പോഴും കടലാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഡിസംബർ 15-നാണ് മഞ്ചേരി ചെട്ടിയങ്ങാടിയിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്നത്. ഓട്ടോറിക്ഷയും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇത് ചെട്ടിയങ്ങാടിയിലെ ആദ്യ അപകടമായിരുന്നില്ല, പക്ഷെ വലിയൊരു അപകടമായിരുന്നു. ചെട്ടിയങ്ങാടിയിലെ അപകട പരമ്പര തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ അതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് KSTP, മരാമത്ത്, റോഡ് സേഫ്റ്റി, റവന്യൂ, പോലീസ്, കരാർ കമ്പനി എന്നിവയുടെ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ഉൾപ്പെട്ട ചർച്ചയിലാണ് അപകട നിവാരണത്തിന് പദ്ധതികൾ പ്രഖ്യാപിച്ചത്. പ്രഖ്യാപനങ്ങളിൽ ചിലത് നടന്നെങ്കിലും ബാക്കിയുള്ളവ ഇപ്പോഴും പേപ്പറിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. സീബ്ര ലൈൻ, മുന്നറിയിപ്പ് ബോർഡ്, റിംബിൾ സ്ട്രിപ്പ് എന്നിവ സ്ഥാപിച്ചതല്ലാതെ മറ്റ് നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഡിവൈഡർ സ്ഥാപിക്കാനും നടപടിയായിട്ടുണ്ട്. മഴവെള്ളം റോഡിൽ നിന്ന് അഴുക്കുചാലിലേക്ക് തിരിച്ചുവിടാൻ സംവിധാനം ഒരുക്കിയില്ല. റോഡിന്റെ ഇരുവശങ്ങളിലും പതിച്ച കട്ടകൾ റോഡിനേക്കാൾ ഉയർന്നു നിൽക്കുന്നതിനാൽ വെള്ളം ഒഴുകിപ്പോകുന്നുമില്ല. തെരുവ് വിളക്കിന്റെ കാലുകൾ ചാഞ്ഞും ചെരിഞ്ഞും കിടക്കുന്നുണ്ട്. സൂചനാ ബോർഡുകളിൽ ചിലതും ചെരിഞ്ഞു കിടക്കുന്നുണ്ട്. തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാത്ത സാഹചര്യമുണ്ടായാൽ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെയുള്ളവരെ അണിനിരത്തി ശക്തമായ സമരത്തിനിറങ്ങുമെന്ന് നാട്ടുകാർ മുൻപേ തന്നെ പറഞ്ഞിരുന്നു. യോഗത്തിലെ തീരുമാനപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ 1 by 1 ആയിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മിനിറ്റ്സിനകത്ത്. അത് നടന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. അവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് റോട്ടിൽ റംബിൾ സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ട്, സീബ്ര ലൈൻ ചെയ്തിട്ടുണ്ട്, 2 സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, അപകട മേഖല എന്നും പറഞ്ഞിട്ട്. ഇതിനപ്പുറത്ത് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒന്ന്, 2 സൈഡിലും സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് ബോർഡ് വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. തൽക്കാലം അന്ന്, അതായത് 16-ാം തീയതി 4 മണിക്ക് തന്നെ നിർബന്ധമായിട്ടും പോലീസ് അത് വെക്കണമെന്നും 23-ാം തീയതിക്ക് മുൻപായിട്ട് ശ്രീധന്യ കൺസ്ട്രക്ഷൻ, അതായത് ഉത്തരവാദിത്തപ്പെട്ട റോഡ് നിർമ്മാണ ഏജൻസി 23/12 മുൻപ് അത് സ്ഥാപിക്കണമെന്നാണ് തീരുമാനം. 23-ാം തീയതിക്ക് മുമ്പായിട്ട് ശ്രീധന്യത സ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് 23 ജനുവരി ആയിട്ട് 1 മാസം കഴിഞ്ഞിട്ടും അത് സ്ഥാപിച്ചിട്ടില്ല. ഒരു പ്രശ്നം അത് തന്നെയാണ്. താല്പര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കണം. അത് നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ എല്ലാവരെയും കൂടെ ഇറക്കിക്കൊണ്ട് റോഡ് ഉപരോധമോ അതിനപ്പുറത്തോ ഉള്ള സമരമായിട്ട് മുന്നോട്ട് പോകും. യാതൊരു തർക്കമോ കാര്യത്തിലില്ല. ഇത് ജനകീയ സമരസമിതിയുടെ തീരുമാനമാണ്. ഇത് എൻ്റെ മാത്രം തീരുമാനമല്ല. ഞങ്ങൾ ജനകീയ സമരസമിതി വിപുലീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങൾ ആ പ്രതിനിധി സംഘം ഉടനെ തന്നെ തഹസിൽദാരെ നേരിട്ട് കാണും. അതിനുശേഷം സമരപരിപാടികൾ ആവിഷ്കരിക്കും. 1 മാസം പിന്നിട്ടിട്ടും അപകട പരിഹാരത്തിനായി മുന്നോട്ട് വച്ച പ്രഖ്യാപനങ്ങൾ പലതും പാഴ്വാക്കായതോടെ നാട്ടുകാർ വീണ്ടും പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.